ഇത്തരത്തിലുള്ള ഒരു കാര്യവും സംസ്ഥാന പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ടില്ല. അതേക്കുറിച്ചൊരു മറുപടി പറയാൻ എനിക്ക് കഴിയുകയുമില്ല. കാരണം മന്ത്രിയെ തീരുമാനിക്കുന്നതും മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റമുണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്നതുമൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു കാര്യമേ അല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഫോറത്തിലും ഇങ്ങനൊരു കാര്യം സംസാരിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും മാറ്റം വേണം എന്നുണ്ടെങ്കിൽ മുൻകാല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ശരത് പവാറാണ്. അദ്ദേഹം എന്നോട് ഇന്ന് വരെ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളിന്ന് ജില്ലാ പ്രസിഡന്റുമാരുടെ ഒരു യോഗം ഇവിടെ കൂടിയിരുന്നു. ആ യോഗം കൂടിയത് സെപ്റ്റംബർ 19 എറണാകുളത്ത് വെച്ച് കൂടുന്ന മണ്ഡലം പ്രസിഡന്റുമാരുടെ 1100 മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്. അവരുടെ ഒരു യോഗം എറണാകുളത്ത് കൂടുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ജില്ലാ പ്രസിഡന്റുമാരുടെ ഒരു യോഗം ഇവിടെ കൂടി. അവിടെ ഈ മന്ത്രിയെക്കുറിച്ചോ മന്ത്രിമാറ്റത്തെക്കുറിച്ചോ ഒരാൾ പോലും സംസാരിച്ചില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. നേരത്തെ അത്തരത്തിലൊരു ധാരണ ഉണ്ടായിരുന്നു. ഇലക്ഷന് ശേഷം 2.5 വർഷം പകുതി നൽകാമെന്ന് അങ്ങനൊരു ധാരണ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവിടെ ഉണ്ടാകേണ്ട ധാരണ അല്ല. അത് കോൺഗ്രസിൻ്റെ അല്ല, ഞങ്ങളുടെ NCPയുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രസിഡൻ്റാണ്. അവർ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ, ധാരണയുണ്ടോ, അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അവർക്ക് അറിയത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്ന് പ്രസിഡൻ്റ് ആയതിനു ശേഷം അങ്ങനെ ഒരാലോചനയോ ഒന്നും ഒരിക്കലും ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. കണ്ടിരുന്നു. ഞാൻ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡൻറ്റിൻ്റെ ചുമതല കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ കാണാറുണ്ട്. ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിലും കണ്ടിരുന്നു. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹവും ഞാനുമായി കേരളത്തിലെ മന്ത്രിമാറ്റത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ എന്തെങ്കിലും യോഗം എന്തെങ്കിലും സംസ്ഥാന തലത്തിൽ നടത്തുന്നുണ്ടോ? ഇല്ല. ഇന്ന് DCC പ്രസിഡന്റുമാരുടെ യോഗം ഉണ്ടായിരുന്നു. അത് ഞാനീ പറഞ്ഞ വിഷയത്തിന് വേണ്ടി കൂടിയതാണ്. സെപ്റ്റംബർ 19 എറണാകുളത്ത് വെച്ച് നടക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ. ദേശീയ തലം എന്ന് പറയുന്നത് എന്നോട് ഒന്നും അറിയിച്ചിട്ടില്ല അഖിലേന്ത്യാ പ്രസിഡന്റ്. ഞാൻ അദ്ദേഹത്തോടൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. ഉള്ളതായിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ പ്രസിഡന്റാണ്. നേരത്തെ ഈ കുട്ടനാട് MLAയും സംസ്ഥാന നേതൃത്വവും 2 തട്ടിലായിരുന്നു. പരസ്പരം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. താങ്കളും അദ്ദേഹവും ഒക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയിൽ പല ആളുകളും പലപ്പോഴും വഴക്കുണ്ടാക്കും, യോജിക്കും. അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ. കുട്ടനാട് MLA തന്നെയല്ല, പാർട്ടിക്കകത്തുള്ള ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. പല ആളുകളും എന്നോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ചിലപ്പം ദേഷ്യപ്പെടുന്ന ആളാണ്. ഞാൻ പലരോടും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആത്യന്തികമായി എല്ലാവരും സുഹൃത്തുക്കളാണ്. ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ പാർട്ടിയുടെ നന്മ കരുതുന്നവരാണ്. അതുകൊണ്ട് തോമസ് എന്നല്ല, ഈ പാർട്ടിയിൽ എനിക്ക് ഒരു ശത്രുക്കളുമില്ല. ഒരാൾ പോലും എൻ്റെ ശത്രുവല്ല. തോമസിനോടടക്കം എല്ലാവരോടും ഞാൻ നല്ല രൂപത്തിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ എന്നോട് ഒരു ശത്രുതയോ എന്നോടൊരു വിരോധമോ വെച്ച് പുലർത്തുന്ന ഒരാൾ പോലും ഈ പാർട്ടിയിൽ ഇല്ല. തോമസുമായി നിലവിൽ നല്ല സൗഹൃദമാണ്. നല്ല സൗഹൃദമാണ്. തോമസ് എന്നല്ല, ഞാൻ എടുത്തു പറയുകയാണ്, അടിവരയിട്ട് പറയുകയാണ്, ഈ പാർട്ടിയിൽ എനിക്കൊരാളോടും ശത്രുതയോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല. അത് ഞാൻ തറപ്പിച്ച് പറയുകയാണ്. ആരെങ്കിലും ഒരാൾ വന്ന് പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പരിഹാരം ചെയ്യാനും തയ്യാറാണ്. ഞാൻ ഈ പാർട്ടിയിലുള്ള എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിലും ബന്ധത്തിലുമാണ്. പ്രത്യേകിച്ച് തോമസുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. 2 MLAമാരാണ് NCPക്കുള്ളത്. അപ്പം ഈ 3.5 വർഷമായി. ഇനി അടുത്ത 1.5 വർഷം അങ്ങനെ ഒരു അധികാരം മാറുന്നതിൽ എന്താ അഭിപ്രായം? എന്നോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതല്ലാതെ എന്നോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം അഖിലേന്ത്യാ നേതൃത്വം ചോദിക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് മറുപടി പറയേണ്ടി വരും. അത് എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിതുവരെ അതിനെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല.